ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഇപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുതിയ മഹീന്ദ്രയുടെ SUV പറ്റിയാണ്. ബൊലേറോ എന്നാണ് ഇപ്പോൾ പ്രിസ്യൂമബിളി ഇതിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയായിരിക്കും ഇതിൻ്റെ പേരെന്നുള്ള കൺഫേം ആയിട്ടില്ല, കാരണം മഹീന്ദ്രയായിട്ട് പ്രത്യേകിച്ച് കൺഫർമേഷൻ ഒന്നും തന്നെ തന്നിട്ടില്ല. പക്ഷെ എന്തായാലും ഇപ്പോഴത്തെ ലീക്സ് അനുസരിച്ച് വേറെ കുറച്ച് കാര്യങ്ങൾ കൺഫേം ആയിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് നമ്മൾ ആദ്യമായിട്ടൊരു കംപ്ലീറ്റ്ലി ബ്ലറി ആയിട്ടുള്ള ഇമേജിലാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഇമേജസ് വന്നിട്ടുണ്ട്. ആൻഡ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ വരാൻ പോകുന്ന ഫീച്ചേഴ്സും സംഭവങ്ങളും അതും ഒക്കെ ലീക്കായിട്ടുണ്ട്. എനിവേ ഫ്രണ്ട് പ്രൊഫൈലിൽ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ വ്യൂ അവൈലബിൾ ആയതുകൊണ്ട് ഇതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്ന റൗണ്ട് സെക്ഷൻ ഹെഡ്ലാമ്പ്സ് ആക്ച്വലി ടെസ്റ്റിങ്ങിന് വേണ്ടി മാത്രമുള്ളതല്ലായിരുന്നു. അതിൻ്റെ ഒറിജിനൽ ഹെഡ്ലൈറ്റ്സ് തന്നെയാണ്. താർ റോക്സുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ്സ് ആണ് ഇതിനകത്ത് ഇപ്പോൾ ഒരു ടെസ്റ്റിങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ടെസ്റ്റിങ്ങിൽ മാത്രമല്ല, റിയൽ വണ്ടിയുടെയും ഡിസൈനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അതായത് റൗണ്ട് ഹെഡ്ലൈറ്റ്സ് ആണ്, അതിൻ്റെ അകത്ത് തന്നെ റൗണ്ട് DRLസും അതുപോലെ നടുവിലൊരു പ്രൊജക്ടർ ഹെഡ്ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മഹീന്ദ്രയുടെ ഒരു ടിപ്പിക്കൽ ഗ്രില്ല് നമുക്ക് കാണാം, 6 lakh ആണ് വരുന്നത്. അതുപോലെ തന്നെ അവരുടെ ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് താഴത്തായിട്ട് നമുക്ക് എയർ ഇൻടേക്ക് തുടങ്ങിയ സാധനങ്ങളൊക്കെ കാണാം. ആൻഡ് ഇതിൻ്റെ താഴത്ത് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒരു പ്ലേസ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. അതും നമ്മളിവരുടെ ചില വാഹനങ്ങൾ ഇപ്പോൾ താർ റോക്സിലൊക്കെ നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുള്ളതായിരുന്നു. അത് പക്ഷേ ഇത്രയും താഴെയല്ല. 3 ഡോർ താറിൻ്റെ അകത്ത് അവർ ഫ്രണ്ടിൽ കൊടുത്ത സാധനം അവർ താർ റോക്സിലേക്ക് വന്നപ്പോഴേക്കും കുറച്ച് താഴത്തായിട്ട് DRLസിൻ്റെ അവിടെ ഇൻഡിക്കേറ്റർ മാത്രം കൊടുത്തു എന്ന് മാത്രം. എനിവേ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് വരുന്നത്. ഇനി സൈഡ് ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ബൾക്കി ആയിട്ടുള്ള ലുക്കാണ്. ഇതിനകത്ത് ഗുഡിയറിൻ്റെ ഇക്കോ പെർഫോമൻസ് SUV ടയേഴ്സ് ആയിരിക്കും വരുന്നത് എന്നാണ് ഒരു ലീക്ക് അനുസരിച്ച് പറഞ്ഞിരിക്കുന്നത്. 235 ആണ് ടയേഴ്സിൻ്റെ ക്രോസ് സെക്ഷൻ വരുന്നത്. ആൻഡ് 18 ഇഞ്ച് വീൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ അവർ ടെസ്റ്റിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന XUV700യുടെ സെയിം വീൽസാണ്. അത് 18 ഇഞ്ച് തന്നെയാണ്. ആൻഡ് ഈ സെയിം വീൽസാണ് അതിൻ്റെ അകത്തും വരുന്നത്. അതുകൊണ്ട് ചിലപ്പം ഒറിജിനൽ പ്രൊഡക്ഷൻ സ്പെക് വണ്ടിയിലേക്ക് വരുമ്പോഴേക്കും അലോയ്സിൻ്റെ ഡിസൈനിൽ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഒരു ക്യാമോഫ്ലാജ് ഒക്കെ ചെയ്തിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ പോലും ഒരു വണ്ടിയുടെ സെയിം അലോയ്സാണ് മറ്റൊരു വണ്ടിയിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര ശരിയാകുന്നൊരു കാര്യമല്ലല്ലോ. പിന്നെ ഇതിൻ്റെ ഓവർവ്യൂംസ് ആണെങ്കിലും സ്കോർപിയോ എന്നിൻ്റെ സെയിം ആണ്. അതുപോലെ ഡോർ ഹാൻഡിൽസ് നമുക്ക് എല്ലാം 4 ഡോർസും ഫ്ലഷ് ഫിറ്റിംഗ് ഡോർസ് ടൈപ്പിലാണ് വരുന്നത്. അതായത് നമ്മൾ സെയിം XUV700 കണ്ട പോലെ തന്നെ ഈ വണ്ടി മൊത്തത്തിൽ സെഗ്മെൻ്റൊക്കെ ഒന്ന് വ്യത്യസ്തമായിട്ട് കംപ്ലീറ്റ്ലി മോഡേണൈസ്ഡ് ആയിട്ടാണ് ഇറക്കാൻ പോകുന്നതെന്ന് പറയും. ഇതിൻ്റെ അകത്തും ഇഷ്ടംപോലെ ബാഡ്ജിങ്ങളൊക്കെ ഉണ്ട്, പ്രീമിയം ആൻഡ് ലാവിഷ് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ സാധാരണ രീതിയിൽ ഇപ്പോൾ ചില കമ്പനികൾക്ക് കോസ്റ്റ് കട്ട് ചെയ്യാനായിട്ട് ബാക്കിലത്തെ ഡോർ ഹാൻഡിൽ നമ്മുടെ C-പില്ലർ മോഡലായിട്ട് കൊടുക്കും, എന്നിട്ട് ഫ്രണ്ടിലത്തെ ഡോറിൽ മാത്രം ഫ്ലഷ് ഫിറ്റിംഗ് ഫിനിഷ് കൊടുക്കും. അപ്പോൾ അവർക്ക് ബാക്കിലത്തെ ഡോറിൻ്റെ കോസ്റ്റ് ലാഭമായല്ലോ. പക്ഷേ ഇതിനകത്ത് അങ്ങനെയും ചെയ്തിട്ടില്ല, എല്ലാം ഫ്ലഷ് ഫിറ്റിംഗ് തന്നെയാണ്. ഇനി റിയർ പ്രൊഫൈലിൻ്റെ പുതിയ ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈനൊക്കെ ഏകദേശം കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ താഴത്തായിട്ട് റിഫ്ലക്റ്റേഴ്സും കാണാം. ഇതിൻ്റെ അകത്ത് ബാക്കിലത്തെ സ്പെയർ വീല് സെയിം നമ്മുടെ അതിനകത്ത് ക്യാമഫ്ലാജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ XUV700യുടെ അതാണെന്ന് തന്നെ മനസ്സിലാവും. പിന്നെ ടെയിൽ ലാംപ്സ് അതിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമേ വിസിബിൾ ആയിട്ടുള്ളൂ. അത് LED ടെയിൽ ലാംപ്സ് തന്നെയായിരിക്കും ഇതിനകത്ത്. പക്ഷേ ഒരു ഒറിജിനൽ ടെയിൽ ലാംപ്സ് മൊത്തമായിട്ട് കാണിച്ചിട്ടില്ല, ചെറിയ പോർഷൻ മാത്രമാണല്ലോ ഉള്ളത്. പക്ഷേ ഏതായാലും ഇതിൻ്റെ ബാക്കിലത്തെ വിൻഷീൽഡ് ഏരിയ വളരെ വളരെ ചെറുതാണ്. കൂടുതലും നമ്മുടെ ആ ഒരു ബൂട്ട് ലിഡ് തന്നെയാണ് വന്ന് നിൽക്കുന്നത്. പിന്നെ ബാക്കിൽ നിന്ന് കാണുമ്പോൾ ചെറിയൊരു ഡിഫൻഡർ വൈബൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ സൈഡിൽ നമ്മുടെ ഡിഫൻഡറിൽ കാണുന്ന പോലത്തെ ആ ബോക്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അങ്ങനത്തെ ഒരു ലുക്ക് തന്നെ കിട്ടും. അതുപോലെ റൂഫ് റീൽസും സംഭവങ്ങളൊക്കെ വരുമ്പോഴേക്കും വണ്ടി മൊത്തത്തിൽ നല്ലൊരു ബോക്സ് SUV ടൈപ്പ് ഡിസൈൻ തന്നെയാണ് വരുന്നത്. ആൻഡ് ഡിഫൻഡറുമായിട്ട് ബാക്കിൽ നിന്ന് നല്ല സിമിലാരിറ്റി വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് എനിക്ക് കൂടുതലും ഫോർഡ് ബ്രോങ്കോയുടെ ഒക്കെ ഒരു സിമിലാരിറ്റി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തോന്നി, പുതിയ ജനറേഷൻ മോഡൽ. സൈഡിൽ നിന്നാണ് ഈ വണ്ടി ഒരു ഇത്തിരി ഡയമെൻഷൻസ് കുറവ് പോലെ തോന്നുന്നത്. ഇതുവരെ ഏത് സെഗ്മെൻറ്റാണ് പിടിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നറിയില്ല. ചിലപ്പോൾ നമ്മുടെ അബോവ് 4 മീറ്റർ കോമ്പാക്ട് SUVs, ഈ വണ്ടി ഒരു മോണോകോക്ക് ഷാസിയിലാണ് വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മഹീന്ദ്രയുടെ NFA എന്ന് പറയുന്ന ന്യൂ ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ അവർക്കിപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ ഒരു മോണോകോക്ക് വാഹനം ഇല്ല എന്നുള്ള നിലയിൽ അതിനെയൊക്കെ പിടിക്കാം. അതായത് നമ്മുടെ ക്രെറ്റ, സെൽട്ടോസ്, ഗ്രാൻഡ് വിറ്റാര ആ സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങൾ. പക്ഷേ ഓൾറെഡി അവിടെ താർ റോക്സ് ഉണ്ട്. പക്ഷെ അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പർപ്പസാണ് സെർവ് ചെയ്യുന്നത്. കാരണം ലാഡർ ഫ്രെയിം ഷാസിയിൽ വരുന്ന വാഹനമാണ്. പക്ഷെ എന്തായാലും ഈ വണ്ടിയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ലീക്സ് ഒക്കെ അനുസരിച്ച് ഇതിനകത്ത് റിയർ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ വരും എന്നും പറയുന്നുണ്ട്. ആൻഡ് ഈവൻ ഇൻറ്റീരിയറിലാണെങ്കിൽ പോലും പാനോറാമിക് സൺറൂഫ് ഇതിനകത്ത് സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോസൊന്നും ഇല്ല, കാരണം ഇത് സ്പൈ ചെയ്യപ്പെട്ട ആളുടെ അടുത്ത് ഇതിൻ്റെ അകത്തിരുന്ന ഡ്രൈവർ ഫോട്ടോസ് എടുക്കരുത് എന്നാവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ എന്തായാലും ഫീച്ചേഴ്സൊക്കെ പുള്ളി ഏകദേശം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 10.25 ഇഞ്ചസിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വിത്ത് വയർലെസ് ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്, ഡ്രൈവർ സൈഡ് നമ്മുടെ സീറ്റിന് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ്. അതുപോലെ തന്നെ ഇതിനകത്ത് സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ആയിരിക്കും വരുന്നത്, സ്കോർപിയോനിൽ വരുന്ന പോലെ. എന്ന് വെച്ചാൽ ഫുള്ളി ഡിജിറ്റൽ ആയിരിക്കില്ല. 7 ഇഞ്ചസിൻ്റെ TFT ഡിസ്പ്ലേ, പിന്നെ നമ്മുടെ അനലോഗ് ആയിട്ടുള്ള ടാക്കോമീറ്ററും അതുപോലെ സ്പീഡോമീറ്ററും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഇപ്പോൾ നിലവിൽ അവർ വെച്ച് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതൊക്കെ അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ADAS സെൻസറും കാണാൻ പറ്റും.
സോ അതും ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ലെവൽ 2 ADAS, അതുപോലെ തന്നെയാണ് 360 ക്യാമറയും. അങ്ങനെ എല്ലാം കൂടെ വരുന്ന വളരെ വ്യത്യസ്തമായിട്ടൊരു വാഹനമാണിത്. അതുകൊണ്ട് തന്നെ ഇതിനെ ബൊലേറോ എന്ന് വിളിക്കുമോ എന്നുള്ളതൊരു കൺഫ്യൂഷനാണ്. ചിലവർ ഇതിനെ താർ സ്പോർട്സ് ആയിട്ട് പറയുന്നുണ്ട്. അതായത് താറിൻ്റെ തന്നെ ഇപ്പോൾ ബ്രോങ്കോയും ബ്രോങ്കോ സ്പോർട്ടും രണ്ടും ഫോർഡിൻ്റെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള വാഹനങ്ങളാണ്. പേര് മാത്രമേ സിമിലർ ഉള്ളൂ. ബ്രോങ്കോ എന്ന് പറയുന്ന ലാഡ ഫ്രെയിം ഷാസിയിലാണ് വരുന്നത്, പക്ഷേ ബ്രോങ്കോ സ്പോർട്ട് എന്ന് പറയുന്ന മോണോകോക്ക് പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. സോ ഇതിനെ അവർ താർ സ്പോർട്ട് എന്ന് വിളിക്കുമോ എന്നറിയില്ല. പൊതുവേ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ഇന്ത്യയിൽ വർക്കൗട്ട് ആവാത്തതാണ്. കാരണം താർ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് രണ്ട് മോഡൽസ് 3 ഡോറും 5 ഡോറും ഉണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ ഇതിനെ താറെന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്താവും എന്നറിയില്ല. പക്ഷേ ശരിക്കും ഇതിനെ ബൊലേറോ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിനെ സൈഡിൽ വേറെ എന്തെങ്കിലും ഒരു ചില പേരും കൂടെ ഇട്ടാൽ മതി. ഇപ്പോൾ സ്കോർപ്പിയോ ക്ലാസിക്കും സ്കോർപ്പിയോ എന്നും നമുക്ക് ഓൾറെഡി കിട്ടുന്നുണ്ടല്ലോ. അതിൽ സ്കോർപ്പിയോ ക്ലാസിക്കിന് സെയിൽ കുറവാണ്, പക്ഷെ എന്നാലും ആൾക്കാർ ഇത് എടുക്കുന്നുണ്ട്. പഴയ സ്കോർപ്പിയോയുടെ ആ ഒരു ആരാധനയും പിന്നെ അത് ഓടിക്കാനുള്ള ഒരു പഴയ റോ ഫീലും ഒക്കെ കിട്ടാനായിട്ട്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ കേസിലും ബൊലേറോ നിയോയ്ക്ക് പകരം വേറെ എന്തെങ്കിലും ഒരു പേരിടാം. എന്തായാലും അങ്ങനെ വരുവാണെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ. കാരണം ബൊലേറോ ഇപ്പോൾ അത്യാവശ്യം ഔട്ട്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്നൊരു പ്രൊഡക്റ്റാണ്. എന്നാലും ആൾക്കാർ ഇഷ്ടം പോലെ വാങ്ങുന്നുണ്ട്, അതിന് കുറവൊന്നുമില്ല. കാരണം ആ വണ്ടിയുടെ മേജർ ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു അർബൻ കമ്മ്യൂട്ടർ, അല്ലെങ്കിൽ കൂടുതൽ നമ്മുടെ ടയർ 3 ടയർ 2 സിറ്റീസിൽ ജീവിക്കുന്ന ആൾക്കാരെയല്ല, ടൗൺ അല്ലെങ്കിൽ ടൗണും അല്ല, ആക്ച്വലി കൂടുതലും വില്ലേജ് ഏരിയാസിലൊക്കെയാണ് ഈ വണ്ടിക്ക് ഡിമാൻഡ് ഉള്ളത്. അതായത് എത്രയൊക്കെ അബ്യൂസ് ചെയ്താലും ഒന്നും പറ്റരുത്, പിന്നെ എവിടെ പോയാലും വണ്ടി സർവീസ് ചെയ്യാൻ പറ്റണം, അതുപോലെ റിപ്പയർ ചെയ്യാൻ പറ്റണം, ഈസി ആയിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റണം. ഒരുപാട് മെക്കാനിക്കൽസ് മാത്രമല്ല, ഒരുപാട് ഇലക്ട്രിക്കൽസ് ഉണ്ടാവരുത്, പിന്നെ കോംപ്ലിക്കേറ്റഡ് മെക്കാനിക്കൽസ് ഉണ്ടാവരുത്. അതാണ് ഈ വണ്ടിയുടെ മെയിൻ മോട്ടീവ്. സോ മിക്കവാറും അവർ ഈ വണ്ടി ഇറക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നോർമൽ ബൊലേറോ ഉറപ്പായിട്ടും വിൽക്കും. ചിലപ്പം ക്ലാസിക് എന്ന് പറഞ്ഞ പേരിൽ തന്നെ ആയിരിക്കും വിൽക്കുന്നത്. കാരണം ഇപ്പോഴാണെങ്കിലും ബൊലേറോയ്ക്ക് 7000-അടുത്തൊക്കെ സെയിൽ കിട്ടുന്നുണ്ട്. അത് ഇത്രയും പണ്ട് മുതലേ വരുന്ന സെയിം പ്ലാറ്റ്ഫോമിലുള്ള വണ്ടി. അത് എഞ്ചിൻ അവർ മാറ്റിയിട്ടുണ്ട്. 2.2, 2.5 അങ്ങനെ പല എഞ്ചിൻസിൽ വണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം നിലവിൽ 1.5 വന്നുകൊണ്ടിരിക്കുന്നത്. അത് 3 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ്, പക്ഷേ അത്യാവശ്യം നല്ല ടോർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ വണ്ടിയുടെ പർപ്പസ് അത് സെർവ് ചെയ്യുന്നുണ്ട്. ബൊലേറോ നിയോയിലും ഈ സെയിം എഞ്ചിൻ തന്നെയാണ് വരുന്നത്. ബൊലേറോ നിയോ രണ്ടും കൂടെ കമ്പൈൻഡ് സെയിലാണ് അവർ പറയുന്നത്. പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും ഈ പുതിയ വണ്ടി വരുന്നതോടുകൂടി ബൊലേറോ നിയോ അവർ റീപ്ലേസ് ചെയ്യുമായിരിക്കും. കാരണം ഈ വണ്ടിയുടെ ആവശ്യം ഇനിയിപ്പോൾ ഇല്ല. ഇത് TUV 300. സത്യം പറഞ്ഞ ഈ വണ്ടി ഒരു പരിധി വരെയൊക്കെ നോക്കുകയാണെങ്കിൽ TUV 300യുടെ ഡിസൈനുമായിട്ട് അത്യാവശ്യം നല്ല സിമിലാരിറ്റി ഉണ്ട്. ഞാനിതിന് മുന്നേ ഈ വണ്ടിയുടെ വീഡിയോ ചെയ്തപ്പോഴും കുറേ ആൾക്കാർ പറഞ്ഞായിരുന്നു TUV 300 ആണോ ഇത് എന്നുള്ളത്. TUV മീൻസ് ഇപ്പോൾ ബൊലേറോ നിയോ എന്ന് പറഞ്ഞ പേരിലാണ് അത് അറിയപ്പെടുന്നത് എന്ന് മാത്രം. എന്തായാലും വണ്ടി ഈ പുതിയ മോഡൽ ഇതായിരിക്കും. ഇതിൻ്റെ പേരും സംഭവങ്ങളൊന്നും കൺഫേം അല്ല. ഈ വരുന്ന ഓഗസ്റ്റ് 15-നുള്ളിൽ നമുക്കറിയാൻ സാധിക്കേണ്ടതാണ്. കാരണം അന്ന് മഹീന്ദ്ര ഒരു ലോഞ്ച് പറഞ്ഞിട്ടുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൻ്റെ ലോഞ്ച് ആയിരിക്കും മെയിനായിട്ട് നടക്കാൻ പോകുന്നത്. പക്ഷേ മിക്കവാറും അതിൻ്റെ അകത്ത് വരുന്ന വണ്ടികൾ ഏതാണ് എന്നും കൂടെ അവർ പറയേണ്ടതാണ്. സോ നിങ്ങൾക്ക് എന്താണ് ഇതിൽ തോന്നുന്നത് താഴെ കമൻസിൽ പറയുക. അതുപോലെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ടാഗ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ വളരെ നല്ലതായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് goodbye.